രാജീവ് ചന്ദ്രശേഖരന്റെ സർവാധിപത്യം ഉറപ്പിക്കുന്ന പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതോടെ പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. ഏറെക്കാലം ഏകാധിപത്യ സ്വഭാവത്തോടെ പാർട്ടിയെ നയിച്ച കെ സുരേന്ദ്രനെയും മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനെയും പൂർണ്ണമായും പുറന്തള്ളിക്കൊണ്ടാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിയിലെ ഇരു വിഭാഗങ്ങൾക്കും കനത്ത പ്രഹരമായിരിക്കുകയാണ്. പുതിയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തു നിന്നുള്ളവരല്ല എന്നത് ശ്രദ്ധേയമാണ്. പാർട്ടിയിൽ എക്കാലത്തും കെ സുരേന്ദ്രനും വി മുരളീധരനുമെതിരെ ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്ന MD രമേശിനും ശോഭാ സുരേന്ദ്രനും സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിച്ചു. ഇത് എതിർചേരിക്ക് വലിയ പ്രാമുഖ്യം ലഭിച്ചതിന്റെ വ്യക്തമായ സൂചനയാണ്. നേരത്തെ സുരേന്ദ്രനൊപ്പം ഉറച്ചു നിന്നതിന് ശേഷം പിന്നീട് കൂറുമാറി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ചേർന്ന S സുരേഷും സംസ്ഥാന അധ്യക്ഷന് ഏറെ താല്പര്യമുള്ള അനൂപ് ആന്റണിയുമാണ് മറ്റ് 2 ജനറൽ സെക്രട്ടറിമാർ. അനൂപ് ആന്റണിയുടെ നിയമനത്തിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ വിഭാഗത്തിന് കടുത്ത അമർഷവുമുണ്ട്. പാർട്ടി പാരമ്പര്യമോ പ്രവർത്തന പരിചയമോ ഇല്ലാത്ത ഒരാളെ ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഇവർ പ്രതിഷേധം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിലും സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിന് കാര്യമായ സ്വാധീനമില്ല. ശ്രീ കൃഷ്ണകുമാറിനെ മാത്രമാണ് ഈ വിഭാഗത്തിൽ നിന്നും വൈസ് പ്രസിഡന്റ് ആക്കിയത്. പുതിയതായി കാവി അണിഞ്ഞ ഷോൺ ജോർജ്, മുൻ DGP R ശ്രീലേഖ, KS രാധാകൃഷ്ണൻ, അബ്ദുൽ സലാം എന്നിവരെല്ലാം വൈസ് പ്രസിഡന്റുമാരായപ്പോൾ പ്രവർത്തന പരിചയമുള്ള പല നേതാക്കളെയും മാറ്റി നിർത്തുകയായിരുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. മുതിർന്ന നേതാക്കളിൽ B ഗോപാലകൃഷ്ണനെ മാത്രമാണ് പരിഗണിച്ചത്. അദ്ദേഹം PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ നോമിനിയാണ് എന്നതും ശ്രദ്ധേയമാണ്. 4 ജനറൽ സെക്രട്ടറിമാരും 10 വൈസ് പ്രസിഡന്റുമാരുമാണ് പുതിയ പട്ടികയിലുള്ളത്. സുരേന്ദ്രന്റെ കടുത്ത എതിരാളിയായ കോഴിക്കോട് നിന്നുള്ള VK സജീവനെ സംസ്ഥാന സെൽ കോർഡിനേറ്ററായും നിയമിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹം ശക്തമായിരിക്കെ തന്നെ ഒരു വിഭാഗത്തെ പൂർണ്ണമായി വെട്ടിനിർത്തിക്കൊണ്ടാണ് BJP പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചതെന്നത് ഈ നീക്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ നിരന്തരം അവഗണിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ പുതിയ പട്ടികയിൽ കൂടുതൽ കരുത്തായി എന്നത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ്. MD രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ വരവോടെ സംഘടന ഏകപക്ഷീയമായി പിടിച്ചെടുക്കാൻ സുരേന്ദ്രൻ വിരുദ്ധർക്ക് സാധിച്ചു. ഈ അസന്തുലിത ഭാരവാഹിത്വത്തിൽ മലബാർ മേഖലയിൽ നിന്നുൾപ്പെടെ ശക്തമായ അസംതൃപ്തി ഉയർന്നിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ മൗനസമ്മതത്തോടെ PK കൃഷ്ണദാസ് വിഭാഗം പാർട്ടി കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണെന്ന് സുരേന്ദ്രൻ വിഭാഗത്തിന് ആക്ഷേപമുണ്ടായിരുന്നു. അതേസമയം നാഗ്പൂരിൽ RSS മേധാവി മോഹൻ ഭാഗവത് നടത്തിയ ഒരു പരാമർശം BJP ദേശീയ നേതൃത്വത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 75 വയസ്സ് പിന്നിട്ട നേതാക്കൾ വിരമിക്കണമെന്നായിരുന്നു RSS സൈദ്ധാന്തികൻ മോറോപന്ത് പിംഗ്ലെക്കുറിച്ചുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ മോഹൻ ഭാഗവത് ഓർമ്മിപ്പിച്ചത്. 75 വയസ്സ് തികയുമ്പോൾ നിങ്ങളെ ഷാൾ നൽകി ആദരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വയസ്സായി, മാറിക്കൊടുത്ത് മറ്റുള്ളവർക്ക് വഴിയൊരുക്കുക എന്ന് മോഹൻ പന്ത് പിംഗ്ലെ പറഞ്ഞത് ഭാഗവത് ഉദ്ധരിച്ചു. രാഷ്ട്രസേവനത്തിൽ സമർപ്പിതനായിരുന്നിട്ടും പ്രായമായി എന്ന് തിരിച്ചറിഞ്ഞ് മാന്യമായി പിന്മാറണമെന്നതിൽ മൊറോപന്ത് വിശ്വസിച്ചിരുന്നുവെന്നും RSS മേധാവി കൂട്ടിച്ചേർത്തു. BJP മുമ്പ് 75 വയസ്സ് അനൗപചാരിക വിരമിക്കൽ മാനദണ്ഡമായി ഉപയോഗിച്ചിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ഒതുക്കിയത് ഈ മാനദണ്ഡം ഉപയോഗിച്ചായിരുന്നു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാർഗദർശക് മണ്ഡലിലേക്ക് മാറിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മോഹൻ ഭാഗവതിനും വരുന്ന സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ഭാഗവതിന്റെ പരാമർശം മോദിക്കുള്ള മുന്നറിയിപ്പാണോ എന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. മോഹൻ ഭാഗവത് ഈ പ്രസ്താവന നടത്തിയ അതേ ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിരമിക്കലിന് ശേഷമുള്ള തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞതും ശ്രദ്ധേയമായി. വിരമിക്കലിന് ശേഷം വേദങ്ങൾ, ഉപനിഷത്തുകൾ, ജൈവ കൃഷി എന്നിവയ്ക്കായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. എന്നാൽ എപ്പോഴാണ് വിരമിക്കാൻ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ജസ്വന്ത് സിംഗ് തുടങ്ങിയ മുൻനിര നേതാക്കളെയെല്ലാം 75 വയസ്സ് തികഞ്ഞപ്പോൾ മോദി വിരമിക്കാൻ നിർബന്ധിച്ചുവെന്നും ഇപ്പോൾ അദ്ദേഹം അതേ നിയമം തനിക്കും ബാധകമാക്കുമോ എന്ന് നോക്കാമെന്നുമായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റൌട്ടിന്റെ പ്രതികരണം. മാർച്ചിൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് മോദി സന്ദർശനം നടത്തിയത് തന്റെ വിരമിക്കൽ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നുവെന്നും സഞ്ജയ് റൌട്ട് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് BJP തള്ളിയിരുന്നു. പറയുകയല്ല, ചെയ്തു കാണിക്കുകയാണ് വേണ്ടതെന്നും നിലവിലെ ഭരണകർത്താക്കൾ ഇതിൽ പെടുമോ എന്നത് നോക്കിക്കാണാമെന്നും കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വിയും പ്രതികരിച്ചു. അതേസമയം മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ അമിതമായി വ്യാഖ്യാനിക്കുകയാണെന്ന് RSS നേതാക്കൾ പ്രതികരിച്ചു.
ഇത് പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമായി കാണരുതെന്നും RSS വൃത്തങ്ങൾ പറഞ്ഞു. 75 വയസ്സിന് ശേഷവും മോദി പ്രധാനമന്ത്രിയായി തുടരുമെന്നും BJPയുടെ പ്രവർത്തന ചട്ടങ്ങളിൽ അത്തരമൊരു പ്രായപരിധി ഇല്ലെന്നും അമിത്ഷായും JP നദ്ദയും വിശദീകരിച്ചിട്ടുണ്ടെന്നും RSS കൂട്ടിച്ചേർത്തു. കേരളത്തിലെ BJPക്ക് ഈ പുതിയ നേതൃമാറ്റം നിർണായകമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് അടിത്തട്ടിൽ നിന്നും ശക്തിപ്പെടുത്താനും പരമ്പരാഗത രാഷ്ട്രീയ ഘടനകളിൽ നിന്നും അകലം പാലിക്കുന്ന വിഭാഗങ്ങളെ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹത്തെ ആകർഷിക്കാനും കഴിയുമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നുണ്ട്. തൃശൂർ ലോക്സഭാ സീറ്റിലെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും പുതിയ ഭാരവാഹി പട്ടികയെ ചൊല്ലി പാർട്ടിയിലുണ്ടായ അതൃപ്തിയും ആഭ്യന്തര കലഹങ്ങളും പാർട്ടിയുടെ മുന്നേറ്റത്തിന് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. K. സുരേന്ദ്രൻ, V. മുരളീധരൻ പക്ഷങ്ങൾ പുനഃസംഘടനയിൽ പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടതിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടമാവാനും സാധ്യതയുണ്ട്. പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നതകൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നത് കേരളത്തിലെ BJPയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായിരിക്കും.